ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുകയാണ്, കാന സ്വഹാബു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബക്കളായിരുന്നു, ലാ യറൗന ശൈഅൻ മിനൽ അഅമാലി തർക്കുഹു കുഫ്റുൻ ഗൈറു സ്വലാ, ഒരൊറ്റ അമലും ഉപേക്ഷിച്ചാൽ കാഫിറാവുമെന്നവർക്ക് അഭിപ്രായമില്ല, നിസ്കാരമല്ലാതെ. അപ്പോൾ സാധാരണ ഒരു അമൽ ഉപേക്ഷിച്ചാൽ, ഒരു ഇബാദത്ത് ചെയ്തിട്ടില്ല എങ്കിൽ അവൻ ദോഷിയാവും, അവൻ തെറ്റുകാരനാവും, അവനക്ക് ഹറാമിൻ്റെ കുറ്റം കിട്ടും, അവൻ വൻദോഷിയാവും, വലിയ കുറ്റക്കാരനാവും, അങ്ങനെയൊക്കെ ആവാം. പക്ഷേ ഉപേക്ഷിച്ചാൽ കാഫിറാകും എന്ന് പറയുന്ന ഒരു അമല്, അത് നിസ്കാരമല്ലാതെ മറ്റൊന്നുമില്ല. അപ്പം നിസ്കാരം ഉപേക്ഷിച്ചാൽ കാഫിറാണ്, നിസ്കരിക്കാതെ നടക്കുന്നവൻ കാഫിറാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബ് അവർ നിസ്കാരമല്ലാതെ മറ്റൊരു അമലിനെയും ഉപേക്ഷിച്ചാൽ കാഫിറാണെന്ന് അഭിപ്രായപ്പെടുന്നില്ല. ഇബ്നു അബീ ശൈബ വൽ ബുഖാരി ഫീ താരിഖിഹി മൗഖൂഫൻ അല അലിയിൻ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹുവിൻ്റെ മേൽ മൗഖൂഫായിട്ട് അലി റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുന്നതായിട്ട്, അപ്പോൾ ഖാല അലി റളിയല്ലാഹു അൻഹു പറയാൻ, മല്ലം യുസല്ലി ഫഹുവ കാഫിർ, ആരെങ്കിലും നിസ്കരിച്ചിട്ടില്ലെങ്കിൽ അവൻ കാഫിറാണ്. ഇബ്നു അബീ ശൈബയും ബുഖാരിയും റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ബുഖാരി ഇമാം തൻ്റെ താരീഖിൽ റിപ്പോർട്ട് ചെയ്യും. മൗഖൂഫ് എന്താ, മുർസൽ എന്താ, ഹസൻ എന്താ, പിന്നെ ഹദീസിൻ്റെ ഇസ്തിലാഹൊന്നും ഇപ്പോൾ പഠിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള കിതാബ് അല്ലാത്തത് കൊണ്ട് അതിലേക്കൊന്നും കടക്കുന്നില്ല. ഏതായാലും മല്ലം യുസല്ലി ഫഹുവ കാഫിർ, ആരെങ്കിലും നിസ്കാരം ഉപേക്ഷിച്ചാലും നിസ്കരിച്ചിട്ടില്ലെങ്കിൽ ഫഹുവ കാഫിറുൻ, അവൻ കാഫിറാൻ. ഇത്ര വ്യക്തമാണ്. മുഹമ്മദ് ബിൻ നസർ ഇബ്നു അബ്ദുൽ ബർ മൗഖൂഫൻ അല ഇബ്നു അബ്ബാസ് അങ്ങളെ തൊട്ട് മൗഖൂഫായിട്ടും എന്താണ്, മൻ തറക സ്വലാത്ത ഫഖദ് കഫർ, വളരെ വ്യക്തമായി പറയും, നിസ്കാരം ഉപേക്ഷിച്ചാൽ അവൻ തീർച്ചയായും കാഫിറാൻ, അവൻ കാഫിറായിരിക്കും. ഇബ്നു അബ്ദുൽ ബർ മൗഖൂഫൻ അല ജാബിർ റളിയല്ലാഹു അൻഹു തങ്ങളുടെ മേൽ മൗഖൂഫായിട്ട്, മല്ലം യുസല്ലി ഫഹുവ കാഫിറുൻ, നിസ്കരിക്കാത്തവൻ കാഫിറാൻ. വഖാല മുഹമ്മദ് ബിൻ നസർ, അദ്ദേഹം പറയുകയാണ്, സമയത്ത് ഇസ്ഹാഖ് ബിൻ റാഹവൈഹി പറയുന്നതായിട്ട് ഞാൻ കേട്ടു, യഖൂൽ സ്വഹാനി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദേഹം അങ്ങനെ തന്നെ പറഞ്ഞു, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൊട്ട് സ്വഹീഹായി വന്നിട്ടുണ്ട്, അന്ന താരിക സ്വലാത്തി കാഫിർ, നിസ്കാരം ഉപേക്ഷിക്കുന്നവൻ കാഫിറാൻ. വഖാല ബിൻ ഹസ്മ തങ്ങൾ പറയുകയാണ്, ഖദ് ജാഅ അൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു തങ്ങളെ തൊട്ട് വന്നിട്ടുണ്ട്, അന്ന മൻ തറക സ്വലാത്തൻ വാഹിദതൻ, ആരെങ്കിലും ഒരു നിസ്കാരം ഉപേക്ഷിച്ചാൽ ഹത്താ യഖ്റുജ വഖ്തുഹാ, ആ നിസ്കാരം ഖളാ ആകുന്നത് വരെ, അതിന്റെ വഖ്ത് പുറപ്പെടുന്നത് വരെ ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ ഫഹുവ കാഫിറുൻ മുർത്തദ്ദുൻ, അവൻ കാഫിറാണ്, മുർത്തദ്ദാണ്. എന്നെന്താ, മതത്തിൽ നിന്ന് പുറത്തുപോയ, മതഭ്രഷ്ട് സംഭവിച്ചു പോയ കാഫിറാണ് എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായിട്ട് വന്നിട്ടുണ്ട് എന്ന് ബിൻ ഹസ്മ തങ്ങൾ പറയുകയാണ്. ചുരുക്കി പറഞ്ഞാൽ എന്തായിട്ടുണ്ട്, നിസ്കാരം ഉപേക്ഷിച്ചവർ കാഫിറാണെന്ന് സ്വഹാബത്തിന് പലർക്കും അഭിപ്രായമുണ്ട്. തംബീഹുൻ, അടുത്ത തംബീഹിലേക്ക് കാല ജമാഅത്തു മിന സ്വഹാബത്തി വത്താബിഈന വമൻ ബഅദഹും, സ്വഹാബത്തിലും താബിഈങ്ങളിലും താബിഈങ്ങളിലൊക്കെ പെട്ട ഒരു സംഘം പറയുന്നുണ്ട്, ബി കുഫ്രി താരിഖ് സ്വലാത്തി, നിസ്കാരം ഉപേക്ഷിച്ചവൻ കാഫിറാണെന്ന് തന്നെ വ്യക്തമായി അവർ അഭിപ്രായപ്പെടുന്നുണ്ട്. വൈബാഹത്ത് ദമിഹി, അവന്റെ രക്തം ഹലാലാണെന്ന് പറഞ്ഞാൽ കൊല്ലൽ ഹലാലാണ്, അവനെ സംബന്ധിച്ചിടത്തോളം അവനക്ക് ജീവിക്കാൻ അർഹതയില്ല, അവനെ കൊല്ലൽ ഹലാലാണ്. മിൻഹും, അവരിൽപ്പെട്ടവരാണ്. അങ്ങനെ പറയുന്ന സ്വഹാബത്തുണ്ട്, താബിഈങ്ങളുണ്ട്, അതിനുശേഷമുള്ളവരുണ്ട്. അവരിൽപ്പെട്ടവരാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു, മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, അബൂ ദർദാ റളിയല്ലാഹു അൻഹു, ജാബിർ ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹും, ഇവരൊക്കെ സ്വഹാബത്തിൽപ്പെട്ടവരാണ്. ഇവരൊക്കെ നിസ്കരിക്കാത്തവൻ കാഫിറാണെന്ന് അവർ അഭിപ്രായപ്പെടുന്നവരാണ്. അമിൻ ഗൈരി സ്വഹാബ, സ്വഹാബത്തല്ലാത്തവരിൽപ്പെട്ടവർ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു, വഇസ്ഹാഖ് ബിൻ റാഹവൈഹി റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹ് ബിൻ മുബാറക് റളിയല്ലാഹു അൻഹു, വന്നഖഈ റളിയല്ലാഹു അൻഹു, വൽ ഹാകിം റളിയല്ലാഹു അൻഹു, ഇബ്നു ഉയൈന വഅയ്യൂബ് സഖ്താനി റളിയല്ലാഹു അൻഹുമാ, വഅബൂ ദാവൂദ് ത്വയാലിസി, വഅബൂ ബക്കർ ബിൻ അബി ശൈബ, വസുഹൈർ ബിൻ ഹർബ്, വബിൻ ഹുബൈബ് വഗൈറുഹും റളിയല്ലാഹു അൻഹും. ഇങ്ങനെ പലരും എന്തായിട്ടുണ്ട്, നിസ്കാരം ഉപേക്ഷിച്ചവർ കാഫിറാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. താരിഖ് സ്വലാത്ത് കാഫിറായി എന്ന് പറയുമ്പോൾ അത് മതത്തിൽ നിന്ന് പുറത്തുപോയ മുർത്തദ്ദും കാഫിറുമായി അവൻ മാറി എന്ന് വ്യക്തമായ അർത്ഥം പറയുന്നവരുമുണ്ട്. അതുപോലെ തന്നെ
അവൻ കാഫിറിൻ്റെ സ്ഥാനത്തായി, അതായത് അവൻ കൊല്ലപ്പെടാൻ അർഹനായി തീർന്നു എന്ന് വ്യാഖ്യാനിച്ചവരുണ്ട്. കാഫിറായി എന്ന് പറഞ്ഞാൽ അവൻ അങ്ങേയറ്റം അള്ളാഹുവിനോട് നന്ദി കെട്ടവനായി മാറി എന്ന് പറയുന്നവരുണ്ട്. അതുപോലെ തന്നെ നിസ്കാരം ഉപേക്ഷിക്കൽ ഹലാലാണെന്നുള്ള വിശ്വാസത്തോടെ ഉപേക്ഷിക്കുമ്പോൾ കാഫിറായി എന്ന് വ്യാഖ്യാനിച്ചവരുണ്ട്. നിസ്കാരത്തിൻ്റെ നിർബന്ധത്തെ നിഷേധിക്കുമ്പോൾ കാഫിറാവുന്നു എന്ന് പറഞ്ഞവരുണ്ട്. അപ്പോൾ ഏതായാലും നിസ്കാരം ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ താരിഖ് സ്വലാത്ത് കൊല്ലപ്പെടേണ്ടവരാണ് എന്നാണ് ഉലമാ എല്ലാവരും പറയുന്നത്. അതേസമയം അവൻ ഹഖീഖത്തിൽ കാഫിറാവുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. വഖാല ഷാഫിഈ റളിയല്ലാഹു അൻഹു വആഖറൂന, ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു മറ്റുള്ളവരും പറഞ്ഞു, ഇന്ന താരിഖ സ്വലാത്തി യക്ഫുറു, തീർച്ചയായും നിസ്കാരം ഒഴിവാക്കുന്നവൻ കാഫിറാകുന്നു. എപ്പോൾ? ഇൻ ഇസ്തഹല്ല തർക്ക, നിസ്കാരം ഉപേക്ഷിക്കൽ ഹലാലാക്കിയാലാണ് കാഫിറാകുക. ഹലാലാണ്, നിസ്കരിക്കൽ നിർബന്ധമില്ല എന്ന് വിശ്വസിച്ചാൽ, അതെ. ഔ ജഹദൽ വുജൂബ, അല്ലെങ്കിൽ നിസ്കാരത്തിന്റെ വുജൂബിനെ നിഷേധിച്ചാൽ, നിസ്കാരം നിർബന്ധമില്ല എന്ന് വാദിച്ചാൽ, നിസ്കാരം നിർബന്ധമില്ല എന്ന് വിശ്വസിക്കുകയാണെങ്കിൽ, നിസ്കാരം ഉപേക്ഷിക്കൽ ഹലാലാക്കുകയാണെങ്കിൽ അപ്പോഴാണ് കാഫിറാകുന്നത്. ഇല്ല, അങ്ങനെയല്ല, അവൻ മടിച്ചിട്ടാണ് നിസ്കാരം ഒഴിവാക്കുന്നത്, നിസ്കാരത്തിന്റെ നിർബന്ധത്തെ നിഷേധിക്കുന്നില്ല, എന്നാൽ അവൻ കാഫിറാവുന്നില്ല. പക്ഷെ ഇല്ല, യൂഖത്തലു ബി തർക്കി അദാഇ സ്വലാത്തിൻ വാഹിദ, ഒരു നിസ്കാരം ഉപേക്ഷിച്ചാൽ തന്നെ അവനെ കൊല്ലപ്പെടേണ്ടതാണ്. ഹത്താ യഖ്റുജ വഖ്തുൽ ജംഇ, ജംഇന്റെ വഖ്ത് പുറപ്പെടുന്നത് വരെ ഒരു നിസ്കാരം ഉപേക്ഷിച്ചു. അപ്പോൾ ളുഹർ നിസ്കരിച്ചില്ല, ളുഹർ അസറിലേക്ക് ജംആക്കാമല്ലോ യാത്രയിലാണെങ്കിലും. അപ്പോൾ അസറിന്റെ വഖത്തിലും ളുഹർ നിസ്കരിച്ചില്ല. അങ്ങനെയുള്ള ഒരാളെ അസർ കഴിയുന്നതോടുകൂടി, അസറിന്റെ ജമ്മിന്റെ വക്തും കൂടി കഴിയുന്നതോടുകൂടി അവൻ കൊല്ലപ്പെടാൻ അർഹതപ്പെട്ട ആളായി മാറി. ബിളർബി ഉനുഖിഹി, അവന്റെ പിരടി വെട്ടിക്കൊണ്ട്. അപ്പോൾ സുബഹിക്ക് പിന്നെ ജമ്മിന്റെ വക്തൊന്നുമില്ല, സുബഹി ഖളാഅലോടുകൂടി അവൻ കൊല്ലപ്പെടാൻ അർഹതയുള്ളവനായി മാറി. അപ്പം ഓരോ നിസ്കാരവും അങ്ങനെ തന്നെയാണ് പറയുന്നത്. അപ്പോൾ ആ നിസ്കാരത്തിന്റെ വക്തും അത് ജമ്മാക്കപ്പെടാൻ പറ്റുന്ന നിസ്കാരമാണെങ്കിൽ ജമ്മിന്റെ വക്തും കൂടി കഴിഞ്ഞു കിടക്കുന്നത് വരെ ഒരാൾ പിന്തിക്കുകയാണെങ്കിൽ നിസ്കാരം ഉപേക്ഷിക്കുമ്പോൾ അവനെ കൊല്ലപ്പെടാൻ അർഹതപ്പെട്ടവനാണ്. ബിളർബി ഉനുഖിഹി, അവന്റെ പിരടി വെട്ടൽ കൊണ്ട്, ബിസൈഫി, വാള് കൊണ്ട് പിരടി വെട്ടിക്കൊല്ലണം. തൂക്കിക്കൊല്ലലല്ല, വെള്ളത്തിൽ മുക്കിക്കൊല്ലലല്ല. അങ്ങനെ അതിൻ്റെ രീതി എന്താണ്? അതൊക്കെ ഹാക്കിമ് നടപ്പാക്കേണ്ടതാണ്. ഇസ്ലാമിക ഭരണമുള്ള നാട്ടിൽ അവിടുത്തെ ഖാദിയുടെ വിധി പ്രകാരം അവിടുത്തെ ഹാക്കിമ് നടപ്പാക്കേണ്ട ശിക്ഷാരീതിയാണ് ഈ പറയുന്നത്. അല്ലാണ്ട് വാളെടുത്തവൻ വെളിച്ചപ്പാടായിട്ട് ആരെയും എന്താണ് പിന്നെ നിയമം, നാട്ടിൻ്റെ പിന്നെ പൊതുനിയമവും നോക്കാതെ ആക്രമിക്കാമെന്നോ കൊല്ലാമെന്നോ എന്നല്ല ഈ പറയുന്നത്. ഇസ്ലാമിക രാജ്യത്തുള്ള ഇസ്ലാമിക ഭരണത്തിലുള്ള നിയമങ്ങളാണ് ഈ പറയുന്നത്. അപ്പോൾ അവിടെ ഖാദിയുടെ വിധി പ്രകാരം, ഒരു ഹാക്കിമിൻ്റെ നിർദ്ദേശപ്രകാരം നിസ്കാരം ഉപേക്ഷിച്ചവനെ കൊല്ലേണ്ടതാണ്. എങ്ങനെ? വാളുകൊണ്ട് വെട്ടിക്കൊല്ലുന്ന രീതിയാണുള്ളത്. ഇല്ലം യതുബ്, അവൻ തൗബ ചെയ്തിട്ടില്ല എങ്കിൽ, ബഅദ ഇസ്തിതാബത്തിഹി, അവനോട് തൗബ തേടിയതിന് ശേഷം നിസ്കരിക്കാൻ പറയുക, അവനോട് നിസ്കരിക്കാൻ പറയുക, തൗബ ചെയ്യാൻ പറയുക. എന്നിട്ടും തൗബ ചെയ്തിട്ടില്ലെങ്കിലേ അവനെ കൊല്ലപ്പെടേണ്ടതുള്ളൂ. കതാരിക്ക് സ്വലാത്തി, നിസ്കാരം ജമ്മിന്റെ വക്തിനെ തൊട്ടും പിന്തിച്ച് നിസ്കാരം ഖളാക്കിയാൽ ഇങ്ങനെ കൊല്ലണം എന്ന് പറഞ്ഞല്ലോ. ആരെപ്പോലെ തന്നെ കതാരിക്ക് സ്വലാത്തി, നിസ്കാരം പറ്റേ ഉപേക്ഷിക്കുന്ന താരിക്ക് സ്വലാത്തിനെ പോലെ തന്നെ എന്താവണം? ഇവനെയും കൊല്ലപ്പെടേണ്ടതാണ്. വക്കീല യുളറബു ബിൽ അസ, വടി കൊണ്ട് അടിച്ച് കൊല്ലപ്പെടണം എന്നൊരഭിപ്രായം. വക്കീല യുൻഹസു ബി ഹദീദത്തിൻ, ഒരു ഇരുമ്പ് ചൂടാക്കിയിട്ട് എന്താക്കുക? അവൻ്റെ ദേഹത്ത് വെക്കുക. ഇല യുസല്ലിയ ഔ യമൂത്ത, ഒന്നിക്ക് നിസ്കരിക്കുന്നത് വരെ അല്ലെങ്കിൽ മരണപ്പെടുന്നത് വരെ. രണ്ടാലൊന്ന്, നല്ല ഇരുമ്പ് ചൂടാക്കിയിട്ട് എന്താക്കുക? ദേഹത്ത് വെച്ച് പൊള്ളിക്കുക. എന്നിട്ട് ഒന്നുകിലും നിസ്കരിക്കുവാൻ ചോദിക്കുക, നിസ്കരിക്കുന്നവരെ അങ്ങനെ ചെയ്യുക. അല്ലെങ്കിൽ എന്താക്കുക? അവൻ അങ്ങനെ തന്നെ മരിച്ചോട്ടെ എന്ന് വരെ അഭിപ്രായപ്പെട്ടവരുണ്ട്. വഖാലൽ ഖസാലി, ഇമാം ഖസാലി തങ്ങൾ പറയുന്നു, ലൗ സഅമ സായിമുൻ, ഒരാൾ വാദിക്കുകയാണെങ്കിൽ, ഒരു വാദിക്കുകയാണ്, ഇതെന്ന് അന്ന ബൈനഹു ബൈനല്ലാഹി ഹാല, ഒരു കള്ളശൈഖ്, ഒരു തരീക്കത്താരൻ, കള്ളത്തരീക്കത്തുകാരൻ ചിലപ്പം പറഞ്ഞെന്ന് വരാം,
എന്താണ്? ഒരു കള്ളം പറയുകയാണ്, അന്ന ബൈനഹു ബൈനല്ലാഹി ഹാല, എൻ്റെ അള്ളാഹുവിൻ്റെ ഇടയിൽ ഒരു പ്രത്യേകതരം അവസ്ഥയുണ്ട്. അസ്ഖത്തു അൻഹു സ്വലാത്ത്, അവനക്ക് നിസ്കരിക്കൊന്നും വേണ്ട അല്ലേ എന്ന് പറയുകയാണെങ്കിൽ, എനിക്ക് നിസ്കാരെല്ലാം ഒഴിവായിട്ടുണ്ട്, എനിക്ക് നിസ്കരിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഞാനും അള്ളാഹും തമ്മിൽ പ്രത്യേക ഒരു ബന്ധമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആരെങ്കിലും വരികയാണെങ്കിൽ ഫലാ ശക്ക ഫീ വുജൂബി ഖത്ലിഹി, ഏതെങ്കിലും പിരാന്തന്മാർ പറഞ്ഞാലല്ല കേട്ടോ, ഇങ്ങനെ ഒരാൾ സ്വബോധത്തോടു കൂടി അവൻ്റെ വാദമാണത്. അങ്ങനെ ഒരാൾ പറയുകയാണെങ്കിൽ ഫലാ ശക്ക ഫീ വുജൂബി ഖത്ലിഹി, അവനെ കൊല്ലൽ നിർബന്ധമാണെന്നുള്ളതിൽ ഒരു സംശയവുമില്ല. അങ്ങനെ ഒരാൾ ഉണ്ടാവില്ലല്ലോ. അള്ളാഹുവിൻ്റെ ഞാൻ വലിയ ഷെയ്ക്കായി അതുകൊണ്ട് പിന്നെന്തില്ല എനിക്ക് നിസ്കരിക്കൊന്നും വേണ്ട എന്നൊരാൾ വാദിക്കുകയാണെങ്കിൽ ഫലാ ശക്ക ഫീ വുജൂബി ഖത്ലിഹി, അവനെ കൊല്ലൽ നിർബന്ധമാണെന്നുള്ള വിഷയത്തിൽ ഒരു സംശയവുമില്ല. ഖത്ലു മിസ്ലിഹി അഫ്ളലു മിൻ ഖത്ലി മിഅത്തി കാഫിരിൻ, അവനെ പോലത്തവനെ കൊല്ലുന്നതാണ് ഇവിടെ 100 കാഫിറിനെ കൊല്ലുന്നതിനേക്കാളും അഫ്ളൽ. അപ്പോൾ ഇസ്ലാമിൻ്റെ ശത്രുക്കളായ വർഗീയവാദികളായ ഏതെങ്കിലും 100 എണ്ണത്തിനെ കൊല്ലുന്നതിനേക്കാളും അഫ്ളൽ ഏതാണ്? ഇവനെ പോലത്തെ ഒറ്റൊന്നിനെ കൊല്ലലാണ് എന്ന് വരെ ഗസാലി ഇമാം പറഞ്ഞു വെച്ചു. വഖാല അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുകയാണ്, ലാ യസിഹു നിക്കാഹു താരിക്കത്തി സ്വല. അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ പറയുകയാണ്, ലാ യസിഹു നിക്കാഹു താരിക്കത്തി സ്വല, നിസ്കാരം ഉപേക്ഷിക്കുന്ന പെണ്ണുമായിട്ട് നിക്കാഹ് സ്വഹീഹാകുന്നത് തന്നെയല്ല. അപ്പം പെണ്ണെടുക്കുമ്പോൾ നിസ്കരിക്കാത്ത പെണ്ണാണെങ്കിൽ അവളെ നിക്കാഹ് കഴിക്കുന്നത്, അവളെ കെട്ടുന്നത്, ആ നിക്കാഹ് തന്നെ ശരിയാവുന്നതല്ല എന്നാണ് അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ പറയുന്നത്. വലാകിൻ ഫീ മദ്ഹബിന, പക്ഷെ നമ്മുടെ മദ്ഹബിൽ ഷാഫിഈ മദ്ഹബിൽ അന്ന നിക്കാഹ് ദിമ്മിയ്യത്തി ഔലാ മിൻ നിക്കാഹി താരിക്കത്തിഹ, താരിക്കത്തു സ്വലാത്ത്, നിസ്കാരം ഉപേക്ഷിക്കുന്ന പെണ്ണിനെ കെട്ടിയാൽ നിക്കാഹ് സ്വഹീഹാവും, പക്ഷേ അവളെക്കാളും നല്ലത് ദിമ്മിയ്യത്തായ അഹ്ലു കിതാബുപ്പെട്ട കാഫിറത്തായ പെണ്ണിനെ നിക്കാഹ് കഴിക്കുന്നതാണ്. നിസ്കരിക്കാത്ത താരിക്കത്തു സ്വലാത്തിനെ നിക്കാഹ് കഴിക്കുന്നതിനേക്കാളും നല്ലത്. അന്നഹ കാഫിറത്തുൻ ഇൻദ അഹ്മദ്, കാരണം നിസ്കരിക്കാത്ത പെണ്ണ് അഹ്മദ് ബിൻ ഹംബൽ തങ്ങളെടുക്കൽ ഹംബലി മദ്ഹബിൽ നിസ്കരിക്കാത്ത പെണ്ണെന്താണ്? കാഫിറത്തായ പെണ്ണാണ്. അതേസമയം ദിമ്മിയ്യത്തിനെ കെട്ടാന്നുള്ളതിൽ ഇത്തിഫാക്കുണ്ടല്ലോ. വലാ ഖിലാഫ ഫീ സിഹ്ഹത്തി നിക്കാഹി ദിമ്മിയ്യ, ദിമ്മിയായ കാഫിറത്തായ അഹ്ലു കിതാബുപ്പെട്ട ഷർത്വത്ത ജൂതനസാറാക്കളിൽപ്പെട്ട ഷർത്വത്ത പെണ്ണിനെ എന്താക്കാം? നിക്കാഹ് ശരിയാവും, നിക്കാഹ് കഴിക്കാം, ആ നിക്കാഹ് സ്വഹീഹാകും എന്നുള്ളതിൽ ഒരു മദ്ഹബിലും അഭിപ്രായ വ്യത്യാസമില്ല. അങ്ങനെ ഒരു നിക്കാഹ് ഉണ്ടല്ലോ. അപ്പോൾ ഷർത്തുകളൊക്കെ ഒത്തിട്ട് അങ്ങനെ ഒരു പെണ്ണിനെ കിട്ടുകയാണെങ്കിൽ അവളാണ് എന്ത്? ഈ താരിക്കത്ത് സ്വലാത്തിനേക്കാളും ഔലയും അഫ്ളലും. എന്തുകൊണ്ട്? താരിക്കത്ത് സ്വലാത്ത് കാഫിറാണെന്ന് തന്നെ അഭിപ്രായമുണ്ട്. ഹംബലി മദ്ഹബിൽ താരിക്കത്ത് സ്വലാത്ത് കാഫിറാണ്. അതേസമയം ദിമ്മിയത്തിനെ നിക്കാഹ് കഴിക്കുന്നതിൽ കുറേ ഷർത്തുകളൊക്കെ ഉണ്ടെങ്കിൽ ആ ഷർത്തൊക്കെ പാലിച്ചാൽ അങ്ങനെയുള്ള പെണ്ണിനെ നിക്കാഹ് കഴിച്ചാൽ സ്വഹീഹാവുന്നുള്ള വിഷയത്തിൽ ഖിലാഫേ ഇല്ല. അതുകൊണ്ട് താരിക്കത്ത് സ്വലാത്തിനേക്കാളും ദിമ്മിയത്താണ് ഔല എന്നാണ് നമ്മുടെ മദ്ഹബ്. അപ്പോൾ വളരെ ഗൗരവമുള്ള വിഷയമാണ്. നിസ്കാരം ഉപേക്ഷിക്കുക എന്നുള്ളത് വളരെയധികം ഗൗരവത്തോടെ കാണേണ്ടതാണ്. പ്രത്യേകിച്ച് നിസ്കാരത്തിൻ്റെ ഞാൻ നേരത്തെ ഉണർത്തിയതുപോലെ വാർഷിക മാസമായ ഈ റജബ് മാസം നിസ്കാരത്തിനെക്കുറിച്ച് ആധികാരികമായിട്ട് തന്നെ വളരെ ഗഹനമായ രൂപത്തിൽ പഠിക്കാനും നല്ല നിലയിൽ അല്ലാഹു തആല പൊരുത്തപ്പെടുന്ന രൂപത്തിൽ അതിൻ്റെ ഷർത്തുകളും ഫർളുകളൊക്കെ പാലിച്ചുകൊണ്ടുള്ള നിസ്കാരമായി മാറ്റാനും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.